2021 ഈ വിശദമായ പരാതി പറയുന്നുണ്ട്. ഷർഷാദ് പറയുന്നുണ്ട് അത് ധാവളയ്ക്ക് കൊടുത്തതാണ്. തന്റെ തമിഴ്നാട് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ധാവളയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ആ പരാതി കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് പാർട്ടിയെ സംബന്ധിച്ച് സെൽഫ് ഗോൾ അല്ലേ? അവിടെയാണ് ഈ BJP ബന്ധമുള്ള ഒരു അഭിഭാഷകന്റെ പേര് പറയുന്നില്ല, പക്ഷെ സൂചിപ്പിക്കുന്നത് ഷർഷാദ് സ്റ്റെഫൻ. തീർച്ചയായിട്ടും ഇപ്പോഴും അത്തരത്തിലുള്ള ചില അവ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി ഏതായാലും അത് ദൂരീകരിക്കേണ്ടത് പാർട്ടി നേതൃത്വം തന്നെയാണ്. ഇതെങ്ങനെ ചോർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം എടുത്തു കാണേണ്ടത് ഈ സമീപകാലത്തൊന്നും തന്നെ ഒരു സംസ്ഥാന സെക്രട്ടറിക്കെതിരെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് MP ഗോവിന്ദൻ്റെ മകൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് MP ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് എന്ന് പറയുന്നത് MP ഗോവിന്ദൻ തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് ഈ കത്ത് ചോർന്നു എന്നുള്ളതാണ് ഷർഷാദ് പരാതിക്കാരൻ തന്നെ പറയുന്നത്. ഏതായാലും ശ്യാംജിത്ത് ഈ പറയുന്ന ഘടകങ്ങളിലൊന്നും തന്നെയില്ല. അപ്പോൾ ഏതായാലും MP ഗോവിന്ദൻ്റെ പേര് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനം. അതിൽ എന്ത് വിശദീകരണം ഇനി MP ഗോവിന്ദന് നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഇനി എടുത്തു കാണേണ്ടത്. ഒപ്പം തന്നെ ദേശീയ നേതൃത്വം, നേരത്തെ ആര്യ തന്നെ പറഞ്ഞതുപോലെ ദേശീയ നേതൃത്വത്തിന് ഈ കത്ത് ചോർന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം പരാതിക്കാരൻ അയച്ച മെയിൽ അത് എത്തരത്തിൽ ചോർന്നു എന്നുള്ളതിലൊക്കെ വിശദമായ ഒരു അന്വേഷണം പാർട്ടി തലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനി ഏതായാലും സംശയമില്ല. ഒപ്പം തന്നെ 2021-22 സമയത്ത് ഇത് പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ പരാതി വരുന്നു. എന്ത് നടപടി ഇതിൽ ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ പരാതി ലഭിച്ചിട്ടും എന്ത് നടപടി ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് മൂടി വയ്ക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ ഒരു വിശദീകരണം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇനി ഏതായാലും സ്റ്റെഫനിലേക്ക് മടങ്ങി വരാം. കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് കൂടി നമുക്കിപ്പം തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇപ്പം പ്രധാനമായും 3 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇതെങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു രേഖയായി അതെങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടി? അവിടെ ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ഷർഷാദ് തന്നെ അഭിഭാഷകന്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കൂ. രണ്ടാമത്തെ കാര്യം, MA ബേബിക്കും ഷർഷാദിനും മാത്രം അറിയുന്ന ഈ പരാതി അതെങ്ങനെ ചോർന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആദ്യത്തത് ചോർന്നു എന്ന് മനസ്സിലായി, തനിക്കെതിരെ മാനനഷ്ട കേസ് വരികയാണെന്ന് മനസ്സിലായിട്ടും ഷർഷാദ് വീണ്ടും പാർട്ടിയെ തന്നെ, അതായത് പാർട്ടി ജനറൽ സെക്രട്ടറിക്കാണ് വീണ്ടും പരാതി അയക്കേണ്ടത്, അല്ലാതെ തന്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ, തനിക്ക് ബോധ്യമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ആര്യ, ഷംഷാദ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകാൻ ഇദ്ദേഹം P ശശിയെ പോയി കണ്ടു എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പരാതി നൽകിയിരുന്നു. പക്ഷേ P ശശി അത് കേസുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തി. അതായത് P ശശിക്കെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണമായി ഷംഷാദ് പറയുന്നത് P ശശിയും ഈ രാജേഷ് കൃഷ്ണയും തമ്മിൽ നല്ല അടുപ്പമുണ്ട്, അവർ നല്ല സൗഹൃദത്തിലാണ്. മാത്രമല്ല ചില ഇടപാടുകൾ, കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ചില ഇടപാടുകൾ, ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളെക്കുറിച്ചും ഷംഷാദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരാതി ആഭ്യന്തര വകുപ്പിന് നൽകിയ സമയത്തും P ശശി ഇടപെട്ട് ആ പരാതി ഒതുക്കി തീർത്തു, അല്ലെങ്കിൽ അത് കേസുമായി മുന്നോട്ട് പോയില്ല തുടങ്ങിയ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിഷയങ്ങളൊക്കെ MA ബേബിക്കും അറിയാമായിരുന്നു എന്നാണ് ഷംഷാദ് പറയുന്നത്. MA ബേബിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച പരാതി, അതായത് ഇങ്ങനെയൊരു സാധനം തെളിവായി പോയിട്ടുണ്ട് എന്ന് സംബന്ധിച്ച പരാതി MA ബേബിക്ക് തന്നെ മെയിൽ മുഖാന്തരം അയച്ചത് എന്നുകൂടി ഷംഷാദ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിൽ രാജേഷ് കൃഷ്ണയും MP ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തുമായി അടുപ്പമുണ്ട്. ശ്യാംജിത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വിദേശ വ്യവസായിയിൽ നിന്നും പണം വാങ്ങി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ആ സിനിമ മുന്നോട്ട് പോയില്ല. ആ സമയത്ത് പണം ഈ വ്യവസായി തിരികെ ചോദിച്ചു. അങ്ങനെ ശ്യാംജിത്തിന് പണം തിരികെ നൽകാൻ കഴിയാതെ വന്നു. അങ്ങനെ കഴിയാതെ വന്ന സമയത്ത് ശ്യാംജിത്ത് ഈ രാജേഷ് കൃഷ്ണയോട് സഹായം തേടി. അങ്ങനെ രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തി ഈ വ്യവസായിയുടെ പരാതി അവിടെ ഒതുക്കി തീർത്തു എന്നതാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമായി. അതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് ഈ കത്ത് ചോരുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് MP ഗോവിന്ദൻ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്നത് ശ്യാംജിത്ത് മുഖാന്തരമാണ് എന്നതാണ് ഇപ്പോൾ ഇയാളുടെ ആരോപണമായി പ്രധാനമായും. അതാണ്, അതായത് ശ്യാംജിത്തിന്റെ പേര് പറയുമ്പോഴും അവിടെ ശ്യാംജിത്തിന് ഇതിപ്പോ ചോർന്ന് കിട്ടിയെങ്കിൽ അത് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് വഴിയായിരിക്കും എന്നുള്ള ആരോപണമാണ് ഷർഷാദ് ഉന്നയിക്കുന്നത്. ബിജു പർവത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ബിജു, നോക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. 72 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി ആ പരാതിയിൽ ഒരു കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളി എന്ന് പറയുമ്പോൾ 72 മണിക്കൂർ മതിയോ ഒരു പരാതി അന്വേഷിക്കാൻ എന്നൊരു ചോദ്യം? കാരണം ഇത് ഒരു വലിയൊരു പരാതിയാണ്, കുറെ ആളുകളുടെ പേരുകളുണ്ട്, അതിലെ വസ്തുതയൊക്കെ അന്വേഷിക്കാൻ 72 മണിക്കൂർ മതിയോ എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിൽ ഇല്ലേ ബിജു?
ആര്യ, അതായത് പാർട്ടിക്ക് കൊടുത്ത പരാതി തന്നെയാണോ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഷർഷാദും ഈ രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള തർക്കം കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട്. അത് ഇവരുടെ ഈ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ തന്നെ ഒരു നല്ലൊരു ഭാഗം ഇവരുടെ വ്യക്തിപരമായ തർക്കങ്ങളിലും അതിൻ്റെ ഭാഗമായി നടന്ന പ്രശ്നങ്ങളും ഒക്കെയാണ്. അത് രാജേഷ് കൃഷ്ണ ആരാണെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരമൊരു കാര്യം ഷർഷാദ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ രണ്ടാമത്തെ ഭാഗം കേരളത്തിനെ സംബന്ധിച്ച് പ്രധാനമാണ്, CPM-നെ സംബന്ധിച്ച് പ്രധാനമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ക്രിമിനൽ ഒഫൻസ് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ പോലും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം ഭാഗങ്ങൾ തീർച്ചയായും ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഒരു ഗുരുതരമായ വിഷയമാണ്. അത് പാർട്ടിക്ക് മുമ്പിൽ നിലനിൽക്കുമ്പോൾ പാർട്ടി അതിനെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. അത്ര പെട്ടെന്ന് അവഗണിക്കാവുന്നതോ ഒന്നുമല്ല. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പോലും അർഷാദ് സംസാരിക്കുമ്പോൾ ചില ത്രെട്ടണിങ്, അതായത് ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സംരക്ഷണം തീർക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗം ഒരുപക്ഷെ കുറച്ചുകൂടി ഇതിൽ അപകടകരമാകുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ നിൽക്കുന്നതോ ഒരു ഭാഗം തന്നെയാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.